സുതാര്യമല്ല എന്ന് ഇവിടെ മരിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കാണ് അഭിപ്രായമുള്ളത്. നമ്മളെക്കാളൊക്കെ വിലയുള്ള ഏറ്റവും വാല്യൂ ഉള്ള അഭിപ്രായം മഞ്ജുഷയുടേതാണ് ഇക്കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സർക്കാരിനേക്കാളും പാർട്ടിയെക്കാളും ചുറ്റും നിൽക്കുന്ന സഹപ്രവർത്തകരെക്കാളും ഒക്കെ വാല്യൂവും വെയിറ്റേജും നമ്മൾ കൊടുക്കേണ്ടത് കെ മഞ്ജുഷ എന്ന കോന്നി തഹസിൽദാറിന് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യമാണ്. അവരും ഇതേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. നേരത്തെയും സർവീസ് കാലയളവിൽ എന്തൊക്കെയാണ് നവീൻ ബാബുവിന് നേരിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, കൈക്കൂലി വാങ്ങാത്ത ഒരാളാണ് എന്നൊക്കെ ആ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ നേരിട്ടറിയുന്ന ആൾ തന്നെയാണ് കെ മഞ്ജുഷ എന്ന കോന്നി തഹസിൽദാർ നവീൻ ബാബുവിൻ്റെ ഭാര്യ. ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹർജി നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം SITയുടെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ മൊഴിയെടുക്കേണ്ട മഞ്ജുഷയുടെ അടുത്തേക്ക് SIT എത്തുന്നത് 20 ദിവസം കഴിഞ്ഞാണ്. അവിടെ മുതലാണ് മഞ്ജുഷയുടെ സംശയം തുടങ്ങുന്നത്. കാരണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമ്പോൾ അതിൽ ഇപ്പുറത്ത് അഗ്രീവ്ഡായിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ അടുത്തേക്ക് എത്തുന്നത് മാധ്യമങ്ങളിലൂടെ ഈ SIT എത്തിയില്ല എന്നവർ പറഞ്ഞതിന് ശേഷമാണ് SIT വരുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴും നമ്മളോട് പറഞ്ഞ് SIT എന്നെ ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലതാമസം അവിടെ SIT വരുത്തിയിട്ടുണ്ടെങ്കിൽ SIT തീർച്ചയായും സംശയമുനയിലാണ്. അവരെന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു എന്നതിനപ്പുറം അവർ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തു എന്നുള്ളതാണ് മഞ്ജുഷയുടെ വാദം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുതാര്യമായല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള വാദത്തിന് ബലമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതാര്യമായി നിൽക്കുന്ന ഭാഗത്തേക്കൊന്ന് നോക്കൂ, അവിടെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ആരോപണം. ഇന്ന് നമ്മുടെ പ്രതിനിധികൾ പോയി മുനീശ്വരൻ കോവിൽ, റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ്, ആ ഭാഗങ്ങളിലൊക്കെ എത്ര CCTV ഉണ്ടെന്ന് ഇന്ന് എണ്ണി കാണിച്ചു കൊടുത്തു നമ്മുടെ വാർത്താ സംഘം, അർജുൻ കല്യാടും അർച്ചന രവീന്ദ്രനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും ചേർന്ന്. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ CCTV ഫുട്ടേജസ് എല്ലാം SIT ശേഖരിച്ചിട്ടുണ്ടോ, ഇതുപോലെയുള്ള CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെടരുത്, അത് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കുടുംബത്തിന്. അതെല്ലാം നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ്. അതുകൊണ്ടാണ് SITയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് CBI വരട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയിലും അവർക്ക് വിശ്വാസമില്ല എന്നതാണ് അവരുടെ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡോക്ടർ അരുൺ പറഞ്ഞത് ശരിയാണ്. ഡിസംബർ 6-ാം തീയതി കോടതിയിൽ സമർപ്പിക്കുന്ന കേസ് ഡയറിയിലൂടെ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ കുടുംബത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അവർ ഈ ഹർജിയായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. എന്നാൽ അന്വേഷണ സംഘത്തിന് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിലെ ആരും തന്നെ ഇതുവരെ അന്വേഷണം നടത്തിയത് എന്താണ് എന്നൊന്നും പുറത്തു പറയുന്ന ഒരു പതിവില്ല. അതുകൊണ്ട് അവരെന്താണ് ചെയ്തത് എന്നുള്ളത്, ഈ കേസ് ഡയറിയുടെ കണ്ടന്റ് എന്താണെന്ന് ബോധ്യമാകുന്ന വേളയിൽ മാത്രമേ അവർ ചെയ്തത് എന്താണ്, അവരുടെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു, ആരിൽ നിന്നൊക്കെ മൊഴിയെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും പ്രശാന്തനിലേക്കൊന്നും പോയിട്ടേയില്ല അന്വേഷണം, 10-ാം തീയതി പുറത്തു വന്ന വ്യാജ കത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല, CDR ശേഖരിച്ചിട്ടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആരോപണമായി നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി കോടതിക്ക് ബോധ്യപ്പെടണം, പൊതുജനത്തിന് ബോധ്യപ്പെടണം, ഏറ്റവും പ്രധാനമായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിലേക്ക് എത്തണമെങ്കിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ ഒരു തീർപ്പാകണം. 6-ാം തീയതി തന്നെയാണ് സത്യവാങ്മൂലം കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI അന്വേഷണം സംബന്ധിച്ചുള്ള തീരുമാനവും 10 ദിവസത്തിനകം എടുക്കാനാണ് സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരണമെങ്കിൽ നമുക്കും ഈ 10 ദിവസം കാത്തിരുന്നേ മതിയാകൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. എന്തായാലും നിലവിൽ ഒട്ടും സുതാര്യമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. Meet the editors.